ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഒരു കോൾഡ് സ്റ്റാർട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് ഹീറോ ഹോണ്ട SS കുറച്ചധികം വർഷമായിരിക്കണം. ഇവിടെ ഒരു വർഷത്തോളം ഇപ്പോൾ ഇവിടെ കയറി കിടന്നു. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവനിന്ന് സ്റ്റാർട്ടാവോ ഇല്ലേ എന്നുള്ളത് അറിയാം. ഇവനെ ഞാൻ ഒരുപാട് കാലം ഉപയോഗിച്ചിരുന്നു. പിന്നെ ഞാനവിടെ ഇല്ലാത്ത സമയത്ത് അങ്ങനെ കയറ്റിട്ടാ. പിന്നെ അവിടെ തീരെ എടുക്കലില്ല വേറെ വണ്ടിയൊക്കെ വന്നപ്പോൾ. അപ്പോൾ അവിടെ സൈഡിൽ അങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ വൃത്തിയാക്കി വന്നപ്പോൾ ഇവനെടുത്ത് മാറ്റണം. ഇതിൻ്റെ പേപ്പറൊക്കെ കഴിഞ്ഞു. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്, ഞാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ടുവന്നു. ഇനി ഒന്നില്ലെങ്കിൽ സ്ക്രാപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഇതേപോലെ എവിടെയെങ്കിലും എടുത്ത് വയ്ക്കണം. അതൊന്ന് ഓടിച്ച് നോക്കണം സ്റ്റാർട്ടാവുണ്ടോയെന്ന്. ഇപ്പോൾ കിക്ക് ചെയ്ത് നോക്കുമ്പോൾ കുഴപ്പമില്ല, സ്റ്റെക്കൊന്നല്ല. ഒരു വർഷമായിട്ടുള്ളൂ, സ്റ്റെക്കാവാനുള്ള സമയമായിട്ടില്ല. എടുക്കണില്ല, എയറും കുറവാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് എയർ അടിച്ചു നോക്കാം. എയർ അടിച്ചൊന്ന് എവിടേക്കെങ്കിലും തള്ളി നീക്കി വെച്ചിട്ടേ, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇടാം. ഈ മാറ്റിൽ തന്നെ ഇട്ട് പണിയാം. പ്ലഗ് ഒന്ന് അഴിച്ചു നോക്കണം. സ്പാർക്കിങ് വരാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പെട്രോളൊന്ന് നോക്കാം. അപ്പോൾ ടൂൾസൊക്കെ എടുത്തിട്ട് വരാം. നമുക്കെന്നാ പണി തുടങ്ങാം. ഗ്ലൗസ് ഇട്ടില്ലേ കൈ ആകെ അഴുക്കാവും. 1 ലിറ്റർ പെട്രോൾ എടുത്തിട്ടുണ്ട്. പിന്നെ പ്ലഗ് അഴിക്കാനും ഒരു പ്ലയർ എടുത്തിട്ടുണ്ട് ടൂൾസായിട്ട്. പിന്നെ പമ്പും. ആദ്യം നമുക്ക് പ്ലഗ് ഒന്ന് അഴിച്ചു നോക്കാം. ആക്ച്വലി വണ്ടി ഒരുപാട് കേപ്പബിളാണ്. ഞങ്ങളത് വെള്ളത്തിലിറക്കിയിട്ടുണ്ട്. മല, കുന്ന് ഒക്കെ ഓടിച്ച് കയറ്റും. മാക്സിമം ഇതിൻ്റെ ഔട്ട്പുട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത്ര എക്സ്ട്രീമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ടും അങ്ങനെ കുഴപ്പങ്ങൾ വരാത്തൊരു വണ്ടിയാണത്, ഹീറോ ഹോണ്ട SS. ഇതിൻ്റെ പേപ്പറൊക്കെ എക്സ്പയറായി, റിന്യൂ ചെയ്തിട്ടില്ല. ഇത് പ്ലഗ് കണ്ടാൽ അറിയാം, ഭയങ്കര ഡേർട്ടി ആയിട്ടിരിക്കുക, നിറച്ച് കാർബൺ. ഇത് എൻജിൻ ഏതാണ്ട് പടാവാറായിട്ടുണ്ട്. ഓയിലൊക്കെ കയറി നൈസായിട്ട് കത്തി തുടങ്ങിയിരിക്കണം. ഓയിലൊക്കെ ഉണ്ട്. ഇതിൽ കുഴപ്പമില്ല. 1 കൊല്ലമായിട്ടില്ല ആയിട്ടുള്ളൂ. 1 കൊല്ലം കഴിഞ്ഞു ജസ്റ്റ്. അതിനു മുമ്പൊക്കെ സ്ഥിരമായിട്ട് ഓടിയതാ. ഇത് 1 കൊല്ലം മുമ്പുള്ള എഞ്ചിനാണ്. ഓയിലിപ്പോൾ നോക്കണം, നമ്മൾ അധികം ഓടിക്കണ്ടേ. വെറുതെ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഇതിൻ്റെ പഴയ ഓണറിൻ്റെ വീട്ടിലെത്തിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ സ്ക്രാപ്പ് ചെയ്യുക. ഈ 2 ഓപ്ഷനാണ്. പഴയ ഓണറുടെ വീട്ടിലാണെങ്കിൽ വീണ്ടും ഇതേപോലെ സ്മാരകമായിട്ടിരിക്കും. സ്ക്രാപ്പ് ചെയ്യണമെങ്കിൽ പിന്നെ പോവും. പക്ഷെ എനിക്കും താല്പര്യമില്ല സ്ക്രാപ്പ് ചെയ്യാൻ. ഒരുപാട് നാൾ കൊണ്ടുനടന്നല്ലേ. ഞാൻ അതിൻ്റെ വീഡിയോസ് കാണിച്ചു തരാം. ഞങ്ങൾ പുഴയിലൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇതിൽ ഏകദേശം ഈ ലെവലിൽ ഞങ്ങൾ വാട്ടർ ഫീഡിങ് കപ്പാസിറ്റി ടെസ്റ്റ് ചെയ്തതാണ്. എൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ആ പൈപ്പിൻ്റെ ഒക്കെ എടുത്ത് വരെ ഏതാണ്ട് എത്തി. എന്നിട്ട് ഓഫായില്ല. അങ്ങനെയൊക്കെ ഒരുപാട് റഫ്യൂസ് ചെയ്ത വണ്ടിയാണ്. നമുക്ക് പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഇതിൻ്റെ സ്പെയർ വേറെ ഇല്ല എൻ്റെ കയ്യിൽ. അപ്പോൾ ക്ലീൻ ചെയ്യാനുള്ള പരിപാടി തന്നെ നോക്കാം. വണ്ടി സൈഡ് സ്റ്റാൻഡിലായിരിക്കുന്നത്. നമുക്കൊന്ന് സെൻറ്റർ ഇട്ട് വയ്ക്കാം. വെച്ചാൽ അപ്പുറത്ത് ഫ്യൂൽ സപ്ലൈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. സെൻറ്റർ സ്പ്രിങ്ങൊക്കെ പോയി, അതുകൊണ്ട് കയറിട്ടിട്ട് വെച്ചിരിക്കുക. അതഴിച്ചിനി സെൻറ്റർ സ്റ്റാൻഡ് ഇടാം.
നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് നമ്മളന്ന് റിവ്യൂ ചെയ്ത ടെൽസിം ബ്രാൻഡ് നെക്ക് മൗണ്ടാണ്. അപ്പോൾ POV പരിപാടിയൊക്കെ അതിൽ സുഖമായിട്ട് നടക്കും. അപ്പോൾ എനിക്ക് 2 കൈ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യാം. വീഡിയോ നല്ല കുഴപ്പമില്ലാതെ ഷെയ്ക്കാവാതെയും വേറെ ആംഗിൾ ചെരിയാതൊക്കെ സുഖമായിട്ട് എടുക്കാൻ പറ്റും. ഒന്ന് സെൻറ്റർ ഇട്ടോക്കാം. ശരി, ഇട്ടോ ഇനി ടാങ്കിൽ വെള്ളം ഉണ്ടോ, ഫ്യൂല് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. ഇത് പൈപ്പ് പടായി. പൈപ്പ് എന്തായാലും സ്പെയർ പറഞ്ഞ എടുത്തിട്ടുണ്ട്. എനിക്കറിയായിരുന്നത് റബ്ബർ റോസ് എടുക്കണ്ടോ, അത് പെട്ടെന്ന് പൊട്ടും. കുറച്ച് കാലം വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. ഒന്ന് തുറന്ന് നോക്കാം. യെസ്, പെട്രോൾ തന്നെ, വെള്ളമൊന്നും മിക്സ് ചെയ്യില്ല. പെട്രോളാണ്. അപ്പം അധികം പണിയെടുക്കാനില്ല. വേറെ ലീക്കില്ല. നമുക്ക് ഇപ്പോൾ തൽക്കാലം ഫിൽറ്റർ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് കൊടുക്കാം. സോറി, ഡയറക്റ്റ് എത്തില്ല, പൈപ്പ് തന്നെ മാറാം. സാധാ വാട്ടർ ട്യൂബ് എടുത്തിരിക്കുന്നത്, ഒരു ട്രാൻസ്പെറൻറ്റ്. തൽക്കാലം ഇപ്പോൾ ഇതേ ഉള്ളൂ. സോറി, അത് സൈസ് മാച്ച് ആവില്ല, വേറെ എടുത്തിട്ട് വരാം. ട്യൂബ് വേറെ വലിയ സൈസ് പറഞ്ഞ എടുത്തിട്ടുണ്ട്. എൻ്റെ തീരെ ചെറുതാക്കി കയറുന്നുണ്ടായില്ല. പിന്നെ ഒരു പഴയ ബ്രഷ് എടുത്തിട്ടുണ്ട്, ഇച്ചിരി കോൾഗേറ്റും. ഇതെന്തിനാന്ന് കാണിച്ചു തരാം. ഒരു ക്ലോത്ത് ഉണ്ട്. നമ്മൾ ഫിൽറ്റർ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് കൊടുക്കാൻ പോവാം. ഇച്ചിരി അളവെടുത്ത് കട്ട് ചെയ്യാം. ഇത് ട്രാൻസ്പെറൻറ്റ് ട്യൂബ് ആകുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പെട്രോൾ വരുന്നുണ്ടോ ഇല്ലെന്നൊക്കെ കറക്റ്റ് കാണാം. ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇനി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അതെ, കറക്റ്റ് കാണാം. കരടുകളടക്കം കാർബറേറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും കാർബറേറ്റർ ചെക്കാൻ വഴിയുണ്ട്. ഇപ്പോൾ തൽക്കാലം ഓഫ് ചെയ്യാം. നമുക്ക് നിലവിലുള്ള ഈ പെട്രോള് ഒഴിക്കാം. ഫണലൊന്നും എടുത്തില്ല, അതുകൊണ്ട് കുറച്ച് പെട്രോൾ വേസ്റ്റ് ആയി പോകും. അപ്പോൾ പെട്രോൾ ഒഴിച്ചു. ഇനി പ്ലഗിൻ്റെ പരിപാടിക്ക് പോവാം. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒന്ന് കുറച്ച് പെട്രോൾ ആക്കിയിട്ട് വെറുതെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും. വെറുതെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്യും. എന്നിട്ട് കോൾഗേറ്റ് ഇട്ട് നല്ല രീതിക്ക് മൊത്തം ഒന്ന് ബ്രഷ് ചെയ്യും. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്യും. അതിന് ശേഷമാണ് രണ്ടാമത് ഇത് ഫിക്സ് ചെയ്യാം. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് പെട്രോൾ ഒന്ന് നനയ്ക്കാം. നമുക്ക് ബോട്ടിൽ എന്തായാലും കുറച്ച് ബാക്കിയുണ്ടാവും, അതെടുക്കാം. പെട്രോൾ നനയുന്നുണ്ട്. ബ്രഷ് ചെയ്ത് കൊടുക്കാം. പെട്രോൾ വെച്ച് ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ അതിലുള്ള മാക്സിമം കാർബണൊക്കെ അങ്ങനെ പോരും.
ഉണ്ടല്ല ബ്രഷിൽ ഇത് സ്പാർക്ക് പ്ലഗിലെ കാർബണാ. ബ്രഷിൻ്റെ കളറാകെ മാറി. ഇനി ഒന്ന് നനച്ചിട്ട് വരാം. ഇനി പല്ല് തേപ്പിക്കാം. നല്ല കളറ് ഗ്രേ. അതിനർത്ഥം ആ കാർബണൊക്കെ ഇളകുന്നുണ്ട്. ഇത് വേറെ സ്പെയറില്ലാത്തതുകൊണ്ട് പുതിയത് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര പണിയില്ല. ഇങ്ങനെ ഒരു ലെവലായിട്ടുണ്ട്. തുടച്ചോ. ഡിഫറൻസ് കണ്ടില്ലേ? ഇനി ഇതൊന്ന് വാഷ് ചെയ്യണം. വാഷ് ചെയ്തൊന്ന് ലൈറ്റായിട്ടൊന്ന് ഹീറ്റ് ചെയ്യണം. അത് സ്റ്റൗവിലങ്ങനെ വെച്ചിട്ട് ഹീറ്റ് ചെയ്യും. അങ്ങനെ വാഷ് ചെയ്ത് ഹീറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഇത് ആക്ച്വലി ഇങ്ങനെ വണ്ടി അത്ര പ്രശ്നം കാണിക്കാറില്ല. പ്ലഗ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആവലുണ്ട്. പക്ഷെ ഇത് പറഞ്ഞാൽ പ്ലഗിൻ്റെ അവിടെ കംപ്രഷൻ ലീക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്ലോത്തിൻ്റെ ഇത് നൂല് വെച്ചിട്ടേ ആ ക്ലോത്തിൽ നിന്ന് എടുത്ത് നൂല് വെച്ചിട്ട് അത് ക്ലിയർ ചെയ്തു. ഇനി ഒന്ന്, പക്ഷെ അത് ടെമ്പററി ആണ്, പെർമനൻ്റ് അല്ല. പെർമനൻ്റ് സൊല്യൂഷൻ ഒന്ന് കാണണം. അടിച്ചു നോക്കാം. അവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഐഡിയൽ സ്പീഡൊക്കെ കൂടിക്കെടുക്കണേ. കുറച്ച് നോക്കാം. എയർ ഇൻടേക്ക് മിസ്സിങ് കാണിക്കുന്നുണ്ട്. അത് നോക്കണം. പിന്നെ ഇതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ കാണണം. അതിപ്പോൾ പ്ലഗ് ഇപ്പോഴും വേണ്ട. അതൊരു കാണുമോ അറിയില്ല. അവിടെ ഒരു പ്ലേ ഉണ്ട്. പ്ലഗ് ഇപ്പോഴും കറക്റ്റ് ടൈറ്റ് അല്ല. കഴിച്ചിട്ട് കുറച്ചും കൂടി നൂല് വെച്ചിട്ടൊന്ന് പ്ലഗ് കഴിച്ചിട്ടേ കുറച്ചും കൂടെ നൂലിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം. ത്രെഡ് ടൈറ്റായി കിട്ടിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇത് പിന്നെ പഴയ പ്ലഗും അല്ലേ, നൂലൊക്കെ ഒരു ഇതായി. ഒന്നുകൂടെ ട്രൈ ചെയ്യാം. കുറച്ച് കനത്തിൽ തന്നെ കയറ്റിയിട്ടുണ്ട്. ടൈറ്റ് ചെയ്തെടുക്കാം. കാർബറേറ്ററൊക്കെ പെട്രോൾ ലീക്കായി തുടങ്ങിയത് ഇവിടെ. അവിടുത്തെ പാക്കിങ്ങൊക്കെ ശരിക്കാണ്ട് പോയിട്ടുണ്ടോ, ഡ്രൈ ആയിട്ട്. ചിലപ്പോൾ വിണ്ട് കയറിയുണ്ട്. അതിൻ്റെ ഇടയിലൊരു ചെറിയ റബ്ബറിൻ്റെ പാക്കിങ് വരാറുണ്ട് കാർബറേറ്ററിൻ്റെ അടിയത്തെ ക്യാപ്പിൻ്റെ ആ ഗ്യാപ്പിൽ.
ഓൾമോസ്റ്റ് ചെറിയൊരു ടൈറ്റ് ഫീൽ വന്നിട്ടുണ്ട്. യെസ്, ആട്ടം നിന്നു, ടൈറ്റ് ഫീലായിട്ടുണ്ട്. ഇതിൻ്റെ സൗണ്ട് നല്ല അടിപൊളിയാണ്. അതാണ് ഈ വണ്ടിയുമായി ഇത്ര താല്പര്യം. ചോക്കിൻ്റെ പൊസിഷൻ ഓഫ്. ഒരു പൊടി ഐഡിൽ സ്പീഡ് ഒന്ന് കൂട്ടിയിടാം. ഓഫായി പോവാണ്. ഐഡിൽ സ്പീഡ് ഒന്ന് കുറച്ച് കയറ്റിയിട്ടുണ്ട്. ഇനി ഒന്ന് ട്രൈ ചെയ്യാം. വീണ്ടും ഓഫായി പോകണല്ലോ. ഐഡിയിൽ നിൽക്കണില്ല, ഓഫ് ആവണം. ഒന്ന് ചൂടാവേണ്ടി വരും. സ്റ്റാർട്ടായിട്ടല്ലോ, എത്ര കാലത്തിന് ശേഷം ഇപ്പം ഒന്ന് സ്റ്റാർട്ടായതല്ലേ. ഐഡിയിലൊന്ന് കയറ്റിയിടാം. സോറി, നേരത്തെ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചത്. ക്ലോക്ക് വൈസ് ആണ് ശരിക്ക് ഐഡിൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യേണ്ടത്. ഞാൻ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചു, അപ്പോൾ കുറയ്ക്കുകയാണ് ചെയ്തു നേരത്തെ. ഓക്കെ, ഓക്കെ, ഇപ്പം ഐഡിയിൽ നിൽക്കുന്നുണ്ട്. ബാക്കി ഇച്ചിരി സ്പീഡ് കൂടുതലാണ് ഐഡിൽ സ്പീഡ്. കുഴപ്പമില്ല, ഒന്നുകൂടി തഴമ്പിച്ചിട്ട് നമുക്ക് ഒന്ന് കുറയ്ക്കാം. കുറച്ച് നേരം സ്റ്റാർട്ടാക്കി എടുക്കട്ടെ. നമുക്ക് എയർ അടിക്കണം. ഇനി എയർ അടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിടാം. അതല്ലെങ്കിൽ ഒരു റൗണ്ട് ഓടിച്ച് നോക്കാം. അയ്യോ, ട്യൂബ് ബ്രേക്ക്. ടോട്ടലി ബ്രോക്കൺ. ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ചതായിരുന്നു. പക്ഷെ പമ്പൊക്കെ നല്ല ക്വാളിറ്റിയാ. ട്യൂബ് മാത്രം നമുക്ക് റീപ്ലേസ് ചെയ്യാം. എയർ കയറാന്നൊക്കെ നോക്കാം. കുറെ കാലയില്ലേ എയർ ഉണ്ട് അതിൽ കുറച്ച്. 20 PSI ഉണ്ട്. നമുക്ക് 30 ആക്കാം. ഓക്കെ, ബാക്കിലൊരു 40 അടിക്കാം.
ബാക്കിൽ പറ്റ കുറവാ. ഒരു 40 അടിക്കാം. ഓൾമോസ്റ്റ് 49 ഉണ്ട്. ഇനി സെൻറ്ററിൽ നിന്ന് മാറ്റിയിട്ട് സൈഡ് സ്റ്റാൻഡിലിടാം. സെൻറ്റർ സ്റ്റാൻഡ് പഴയ പോലെ കെട്ടി വയ്ക്കാം. വാവ്, ക്ലച്ചൊക്കെ അപ്പോൾ ആൾക്ക് ആക്ച്വലി ഒരു കുഴപ്പമില്ല. പഴയ പെർഫോമൻസിലേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട് ആള്. ബ്രേക്സ് ഒക്കെ നല്ല ടൈറ്റാ, അതുകൊണ്ട് സ്പീഡിൽ പോകാൻ പറ്റില്ല. നമുക്ക് വെറുതെ ഒന്ന് ഓഫ് റോഡ് ഓടിച്ചു നോക്കാം. പിന്നെ പ്ലഗിൻ്റെ സീറ്റിംഗ് പൊസിഷനും നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ. ത്രെഡ് പോയോണ്ടേ അധികം ഓവർ പ്രഷർ കൊടുക്കാനും പറ്റില്ല, ചിലപ്പോൾ പ്ലഗ് തെറിച്ച് വരും. പക്ഷെ ആള് ഓർന്നൊന്നൊരു കുഴപ്പമില്ല തന്നെ. ഇത് ഞങ്ങൾ റോഡിലേക്ക് അങ്ങനെ ഇറക്കില്ലേ, അത് ഇങ്ങനത്തെ പരിപാടിക്കാണ് ഓഫ് റോഡ്. അതാണ് അതിൻ്റെ മാക്സിമം കേപ്പബിലിറ്റി നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. റോഡിലേക്ക് ഇറങ്ങാൻ ഇതിൻ്റെ ഫിറ്റ്നസ് ഒക്കെ കഴിഞ്ഞിരിക്കുക, അതുകൊണ്ട് റോഡിലേക്ക് ഇറക്കാൻ പറ്റില്ല. ഇതിവിടെ സ്റ്റേറ്റിനുള്ളിലുള്ള റോഡുകളാണ്, ഇവിടെ ഓടിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ബ്ലാക്ക് ഐഡിയിലൊരു പൊടി കൂടുതലാണ്, നമുക്ക് ഇനി റിട്ടേൺ പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എങ്ങനെയുണ്ട് വണ്ടി? ഇതൊന്ന് ചെറുതായിട്ട് ഫ്രണ്ടും ബാക്കും തന്നെ നൈസായിട്ട് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ തോട്ടിലും ഇതിലൊക്കെ ചാടിക്കില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പഴയ SS-ൻ്റെ ഒരു ലുക്ക് കിട്ടാത്തത്. എന്നാലും ഏകദേശം ബോഡി ഇതൊക്കെ സെയിമാണ്, ആ ഒരു പൊസിഷൻ്റെ ചെറിയ ചേഞ്ച് ഉണ്ടെന്ന് മാത്രം. എങ്ങനെയുണ്ട് ഓവറോൾ? ഒന്ന് കഴുകിയെടുക്കണം, കഴുകിയെടുത്ത് കഴിഞ്ഞാൽ വൃത്തിയാവും. പാക പൊടിയും പൂപ്പലൊക്കെ ആയിട്ടിരിക്കണം. ഇനി നമുക്ക് ഒന്ന് വെള്ളത്തിലിട്ട് നോക്കവനെ. എൻ്റെ പഴയ ഒരു സ്ട്രെങ്ത്തേക്ക് ഇത് എത്തിയിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ.
ഇപ്പോൾ ഓടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഇതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇതിന് വെള്ളത്തിലിടാം. അതിനു മുമ്പ് നമുക്ക് 360 ഒക്കെ ഒന്ന് വെച്ച് കവർ ചെയ്യാം ഷോട്ട്. അപ്പോൾ ഇതിന് മാത്രം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഇപ്പോൾ ഒറ്റയടിക്ക് സ്റ്റാർട്ടായ ആള് ഒന്ന് ഓടിയപ്പോൾ ആള് വാമായി. മാക്സിമം 40 കിലോമീറ്റർ. അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആകെ കിടുങ്ങ വണ്ടി, വൈബ്രേഷനാവും. പിന്നെ ഏകദേശം ഇതിൻ്റെ പിസ്റ്റൻ്റെ റിങ്സൊക്കെ ഏതാണ്ട് അയക്കണം. അപ്പോൾ ഓയിൽ കത്താനും ചാൻസ് ഉണ്ട്. അപ്പോൾ വീണ്ടും സ്റ്റാർട്ടിങ് ട്രബിൾ വരും. ഇങ്ങനത്തെ പഴയ വണ്ടിയൊക്കെ ചെറിയ സ്പീഡിൽ ഓടിക്കുന്നത് അതിൻ്റെ രസം. ഇത് സസ്പെൻഷൻ വർക്ക് ചെയ്യില്ലാന്നുണ്ട്, കല്ല് പോലെ ഇരിക്കുന്നുണ്ട്. മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, മുമ്പ് ഇത്ര ഇമ്പാക്റ്റ് വരില്ലായിരുന്നു. ബ്രേക്കൊക്കെ ഒന്ന് ഓടിയപ്പോൾ ഒന്ന് അഴഞ്ഞുട്ടാ. ബ്രേക്ക് വണ്ടി എടുത്തപ്പോൾ നല്ല കല്ല് പോലെ ആയിരുന്നു, തീരെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇതിലൊന്ന് ഇറക്കി നോക്കാം. ഇത് പണ്ടും ഇങ്ങനത്തെ റോഡുകളോടായിരുന്നു ഓടിയിരുന്നത്. ഇതിനൊക്കെ സുപരിചിതമായ വഴികളാണ് ഇതൊക്കെ. നമുക്കെന്തായാലും ഇതിനൊരു പുതിയ പ്ലഗ് ഇടണം. നിലവിൽ ഈ പ്ലഗ് പ്രശ്നമൊന്നുമില്ല, കുറച്ച് കാലം ഓടും. എന്നാലും പുറത്തേക്കൊക്കെ പോയിട്ട് പെട്ട് കഴിഞ്ഞാൽ ഒരു പുതിയ പ്ലഗും ആ പ്ലഗ് സ്പാനറും ചെറിയ ടൂൾസൊക്കെ ഇതിൽ വെക്കണം. നല്ലതാണ്. എവിടെയെങ്കിലും പോയി പെട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ആരുമില്ലാത്ത സ്ഥലങ്ങളിലായിരിക്കും പോയി പെടുക, അവിടുന്ന് രക്ഷപ്പെട്ടു പോരാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ കണ്ടന്റുകൾ നമ്മുടെ ചാനലിൽ ഇനിയും വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.